ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചൊല്ലുന്നത് വൽ ജമാഅത്തു റഹ്മത്തുൻ വൽ ഫിർഖത്തു അദാബ്. ഈ സംഘടിതമായിട്ട് ഞങ്ങൾ ഇക്കടത് അത് റഹ്മത്തായിട്ട് ഇക്കട് നാണ് എന്തിർത്തുകില്ല ചെന്ന സൈഡിൽ ഇക്കടത് അത് അദാബായിട്ട് ഇക്കട് ഈ സമുദായത്തിൽ ചെന്ന സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ ഇതുപോലത്തെ സദസ്സുണ്ടാക്കണത് അതൊരു കേവല ഒരു വാല് ചൊല്ലക അല്ലെങ്കിൽ ഒരു സീരണി വിതരണ ആക്കുക വേണായിട്ടാ, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒന്തിಗೆല്ലാം ബാക്കിയെല്ലാം കളക്ഷൻ ആക്കുക വേണായിട്ടാ. ഇങ്ങനത്തെ ഒരു ഉദ്ദേശം മാത്രം അല്ല അതിന്റെ പിറകിലുള്ളത്. അതും നടക്കിടുണ്ട് മാത്രം. അതെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിലുള്ള ബർക്കത്ത് വേണ്ടിട്ട് സീരണിന് വിതരണ ഒരു അന്നദാനത്തെ വിഷയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാട്ടി തന്നത് ഖദീജ ബി റളിയല്ലാഹു തആല അൻഹയുടെ പേരിലുള്ള അന്നദാനം ആക്കിയിട്ട്, അതേപോലെ സ്വതഖ, ഖുർആൻ ഓതുന്നത്, ആലിമീങ്ങളെ ദുആ, സാദാത്യങ്ങളെ നേതൃത്വ, ഉമറാക്കന്മാർ, ഈ സമുദായത്തിക്ക് ബെന്നലുമായിട്ടുള്ള ഉമറാക്കന്മാർ, അങ്ങനെയുള്ള സംഗമ ഇതെല്ലാം ഈ ധന്യമൂർത്ത അഥവാ ഈ കൂട്ടായ്മ ചെല്ലത് അത് റഹ്മത്തായിട്ട് അല്ലാഹുവിന്റെ ഭാഗത്ത്. മാത്രല്ല നിങ്ങൾ നോക്കിയോളൂ, കുറിയ മുർസത്ത് മുന്നോളത്തെ പോലത്തെ വാതാവരണല്ലേ കൂടെ ഞങ്ങൾ ഇഡ്യത്തിലുള്ളത്. ചന്തത്തെ പള്ളി, ചന്തത്തെ മിനാറ, നല്ല സുന്ദരമായ അന്തരീക്ഷം. ഈ സമാജത്തെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടുള്ള സകലമായ സ്വറവും, അതേപോലെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും അത് ഇതെല്ലാം ആക്കിയിട്ട് ഞങ്ങളെ ഉമ്മത്തിനെ ഈ രൂപത്തിൽ മേളുക്കും പോകാം. അതൊക്കെ വേണ്ട സകലമായ വ്യവസ്ഥമാക്കിയിട്ട് മുന്നിൽ കൊണ്ടുപോലത്തെ വ്യവസ്ഥ. ഞങ്ങൾ എന്തെങ്കിലും ബഹുമാനപ്പെട്ട ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരിൽ എന്തെങ്കിലും ഹദിയ കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഈ റായത്ത് ബന്ധ സ്വതക്കാക്കിട്ട നേർച്ചാക്കിട്ടിന്നെങ്ക അത് 10 പൈസ സമയത്ത് അന്യാധീനാവാണ്ട്, 10 പൈസ സമയത്ത് എന്തെങ്കിലും ബെടക്കത്തരത്തേക്ക് ചെലവാവാണ്ട്, ക്ലബ്ബുക ടൂർണമെന്റുക വേറെ ഏതെങ്കിലും ചെലവാക്കാണ്ട് കേവലം അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ധാർമ്മികവും ലൗകികവുമായിട്ടുള്ള പഠിപ്പ്, പിന്നെ മതവിദ്യാഭ്യാസത്തിനും ആ മൂലക ഈ ഉമ്മത്തിനെ ഉന്നമനത്തിന് വേനായിട്ടായിട്ട് ചെലവാടുത്ത്. ഇതിലുള്ള പ്രതിഫലം നമുക്ക് കിട്ടതേ പോണ്ടിക്കട്ടെ. നിങ്ങൾ മരിച്ചാൽ പിന്നെ ആഖിറത്തിൽ നിങ്ങൾക്ക് അതൊന്നും കുറടിയാക്കാണ്ട പട ചെറുപ്പതാ നിങ്ങൾക്ക് തറാണ്ടിക്കില്ല. നിങ്ങൾ നോക്കൊരു പിരിസത്തെ മുമ്പ് നിങ്ങൾ ഇപ്പൊ വേദിയിലുള്ള ആൾമാരുള്ളവർ എല്ലാ ബിസി ആൾമാരായിട്ട് വലിയ വലിയ ബിസിനസ് രംഗമുള്ളവർ, നിങ്ങൾ മൈദുംബാവിടെ പോലത്തെ ആൾമാർ 1000 സ്റ്റേജിക്ക് 10 പണ്ടത് ഇന്നും പോകി ഉറങ്ങടതിരേടിൽ ചുമ്മ ആൾമാരുള്ള നിങ്ങളെ ഹംസാജി എപ്പോഴും നനപ്പാക്കട്ടെ അല്ലെ, കുദ്രോളി എല്ലാ വർഷവും ഈ ഖിദ്ർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മൗലിദ് സത്ത് ഉഷാറിലെങ്കും വന്നിട്ട് എത്തും. ഇതൊക്കെയാണ് കഴിഞ്ഞ വർഷം 300 വർഷം കണ്ടുവിടെ നല്ലൊരു വലിയൊരു ജനറേറ്റർ വ്യവസ്ഥ ആവണിത്. അപ്പോഴും അയാളെ കൊണ്ട് അവിടെ വലിയൊരു സംഖ്യയുള്ള സഹായാക്കിയില്ല. അതുപോലെ ഞങ്ങളെ ശരീരത്തിലുള്ള സകലമായ രോഗത്തെയും വേദനയുടെയും നൊമ്പലത്തെയും പടച്ച തമ്പുരാൻ സമ്പൂർണ്ണമായും ശിഫയാക്കിയിട്ട് ദീർഘകാലം സുജൂദിട്ട് നിസ്കരിച്ചിട്ട് ഇബാദത്തെടുക്കട പോലത്തെ തൗഫീഖും, കുടുംബത്തിൽ ചന്തത്തിൽ ദീക്കട പോലത്തെ തൗഫീഖും, ആക്കടെ വ്യവഹാരത്തിൽ ബർക്കത്തും നിഅമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേക പ്രാർത്ഥനകൾ ഇന്നും നെനപ്പാക്കുള്ളത് നിങ്ങൾ തെച്ചിരിക്കട്ടെ. നിങ്ങളെ ഇടത്തെ ഭാഗത്തിൽ സ്റ്റേജിലെ വളത്തെ ഭാഗത്ത് ഫില്ലറെല്ലാം ഇട്ടിട്ട് പാതി മതിലെല്ലാം കെട്ടിയിട്ട് അങ്ങനെ ഒരു ഫണ്ടിങ്, ഒരു ഫണ്ടിങ് ആയിട്ട് ഒരു ബിൽഡിംഗ് തുടങ്ങി വെച്ചത്. അത് എന്ത് കണ്ട് കേട്ടെങ്കിൽ ഞങ്ങളെ മക്കൾക്ക് ഷഹാദത്ത് ഏൽപ്പിച്ചൊന്ന് കൊടുക്കുന്ന ഒരു കേന്ദ്ര, ഞങ്ങളെ മക്കൾക്ക് ബിസ്മി ചെന്ന് കൊടുക്കുന്ന കേന്ദ്ര, ഞങ്ങളെ മക്കൾക്ക് ഫാത്തിഹ ചെന്ന് കൊടുക്കുന്ന കേന്ദ്ര, ഞങ്ങളെ മക്കൾക്ക് യാസീൻ ചെന്ന് കൊടുക്കുന്ന കേന്ദ്ര, ഞങ്ങളെ മക്കൾക്ക് മയ്യിത്ത് നിസ്കരിക്കുക പഠിപ്പാട്ട കേന്ദ്ര, അള്ളാഹുടെ ദീൻ പഠിപ്പാട്ടേ മദ്രസ ആയിട്ട് അത് തുടങ്ങി വെച്ചത്. അതെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞങ്ങളെല്ലാവരും ആ കടമ റായത്തെങ്ങും പറായത്തെങ്ങളും ഞങ്ങളെ അതൊക്കെ വേണ്ട സഹായ സഹകരണങ്ങളെ കടമ എന്തുകു ചെന്നെങ്കിൽ ഞങ്ങൾ ഈ ദുനിയാവിൽ വന്നിട്ടാകുമ്പോൾ അല്ലാഹു തആല വേറെ വേറെ രൂപത്തിൽ അല്ലാഹു നമുക്ക് റഹ്മത്ത് ചൊരിച്ചിട്ട് അല്ലാഹു റഹ്മത്ത് തന്റെ അല്ലാഹു റഹ്മാനായിട്ട് നിങ്ങൾ നോക്കിയാലോ മനുഷ്യ പളക്കപറയുടെ പളക്കത്തെ കൂട്ടത്തിൽ അത്യുത്തമ പളക്ക ഏതുണ്ട് കേട്ടെങ്കിൽ ഞങ്ങൾ 5 വക്ത നിസ്കാര കഴിഞ്ഞാൽ പിന്നെ ഖതീബ് ഉസ്താദ് ഇമാം നിക്കട ആള് ചിലരുടെ അഫ്ളലു ദിക്റുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ഏത്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നാണും നന്റെ കാണും മുന്നോൽ കഴിഞ്ഞു പോയ സകലமான അമ്പിയാക്കന്മാരും പളക്ക പറഞ്ഞ കൂട്ടത്തിൽ അത്യുത്തമ ശബ്ദം ഏതുണ്ട് കേട്ടെങ്കിൽ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഏതെങ്കിലും ഒരു മനുഷ്യരുടെ ലാഷ്ട പളക്ക ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയിട്ടുണ്ട് കണ്ടെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിലേക്ക് പോയിട്ടായി. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അത്ര ദിനമുള്ളത്, അത്രയും മഹത്വം ഇന്ന ഒരു ദിക്ർ ഈ പ്രപഞ്ചത്തിൽ വേറെ ഏതും ഇല്ല.
അതേപോലെ ഒരു മനുഷ്യ മുസ്ലിം പിന്നൊരു മുസ്ലിം പെണ്ണുങ്ങളെ കണ്ടെങ്കിൽ ചിലരുടെ ഒരു ശബ്ദമുണ്ട് അസ്സലാമു അലൈക്കും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലരുടെ അല്ല ബദൽക്ക് അസ്സലാമു അലൈക്കും. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് കാണാ യാറ കൂലി കിട്ടത് അസ്സലാമു അലൈക്കും. ആ സന്ദർഭത്തിൽ ദിക്റതായിട്ട് ചെമ്മണ്ട ബിസല ചൊല്ല പോണ്ടി ആയങ്ക ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചിലടത് ഞങ്ങൾ നിസ്കാര കഴിഞ്ഞാൽ ഒരു 10 വട്ട ചൊല്ലുകയും ഒരു 4 5 വട്ട ചൊല്ലുകയും അല്ലെങ്കിൽ നിസ്കേപ്പ ഉറങ്ങിൽ പിന്നെ ഉറങ്ങുന്ന സന്ദർഭത്തിൽ 10 വട്ട 100 വട്ട ചൊല്ലുകയും ഒരു ദൈനംദിന നിങ്ങൾ യാറെ ചിലട് ഒരു ദിക്റുണ്ടോ യാറെ എല്ലാവര ബായിലും ഗളിഗളിക ബണ്ട പോലത്തെ ദിക്റുണ്ടോ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചിലട് കുല്ലു അംരിൻ ദീ ബാരി ഞങ്ങൾ ഉണ്ണുമ്പൊത്തുക്കും കുടിക്കുമ്പൊത്തുക്കും തിന്നുമ്പൊത്തുക്കും ഡ്രസ് ഇടുമ്പൊത്തുക്കും ഡ്രസ് എടുക്കുമ്പൊത്തുക്കും നടക്കുമ്പൊത്തുക്കും അതേപോലെ എന്തൊരു സ്വറ തുടങ്ങുന്ന സന്ദർഭത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അതിലുള്ള ശബ്ദം അതിലുള്ള അർത്ഥമാ ദിക്റാ ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ നിന്നാണ് തുടങ്ങണേ. അർ-റഹ്മാനി കരുണാവാരിധിയായവനോ പരമകാരുണികനായവനോ അതേപോലെ റഹീം കരുണാനിധിയായവനോ വിശാലമായ അർത്ഥ വേറെ ഉണ്ട് ചെന്നുകൊണ്ടുള്ളത് ജണ്ടയുടെയും അർത്ഥ അല്ലാഹു കരുണാവാരിധിയായിട്ടിക്കടാ അല്ലാഹു റഹ്മത്ത് ചൊരിടവനായിട്ടിക്കടാ അല്ലാഹു സുബ്ഹാനഹു വ തആല പിർസബിക്കടവനായിട്ടിക്കടാ അല്ലാഹു ആരെയും ദ്വേഷിക്കില്ല അല്ലാഹു ആരെയും എന്തും അല്ലാഹു അദാബ് കൊടുക്കില്ല ആർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല താത്തില്ല എപ്പോ വലാ തഖാഫു വലാ തഹ്സനൂ വ അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഉണ്ട് കണ്ടെങ്കിൽ നിങ്ങളെ ചലനവലനത്തിൽ നിങ്ങളെ വ്യവഹാരത്തിൽ നിങ്ങൾ കൊടുക്കുന്നതിൽ നിങ്ങൾ എടുക്കുന്നതിൽ സകലമായ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുടെ കണ്ടറിയുണ്ട് കണ്ടെങ്കിൽ യഥാർത്ഥ വിശ്വാസം ഇന്ന് മുഅ്മിനായ ആളുമാറുണ്ട് കണ്ടെങ്കിൽ നിങ്ങൾ ആയിട്ട് കിടറി ഈ പ്രപഞ്ചത്തിൽ അത്യുത്തമ വർഗ നിങ്ങളെ പൊളിക്കിടങ്ങയില്ല നിങ്ങളെ താത്രങ്ങയില്ല നിങ്ങളെ നാശാക്കിടങ്ങയില്ല നിങ്ങൾ പേടിക്കിടകത്തില്ല ദുനിയാവുടെ വിഷയത്തിലും പേടിക്കണ്ട ആഖിറത്തിലെ വിഷയത്തിലും ചിന്തനാക്കണ്ട ചന്ദ്ര അല്ലാഹു തആല ഖുർആനിൽ ചൊല്ലടാ അങ്ങ് യഥാർത്ഥ മുഅ്മിനാവണു അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എവിടെയും പടച്ചതമ്പുരാൻ ഖുർആനിൽ നിങ്ങൾ എല്ലാവരും നല്ല പേടിക്കറോ എല്ലാവരും പേടിക്കറോണ്ട് പടച്ചറബ് ചെന്നിട്ടില്ല അല്ലാഹുടെ പേടിക്കട അകത്യവും ഇല്ല ബദലക്ക് പടച്ചതമ്പുരാൻ നിങ്ങൾ പിരിസബിക്കണായത് പേടിക്കണായതല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ ചെന്നുകൊണ്ടുള്ളത് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾ അല്ലാഹുടെ പിർസബിക്കണമെങ്കിൽ പേടിക്കണമെങ്കിൽ നിങ്ങൾ അല്ലാഹുടെ മുഹബ്ബത്ത് ബേക്കണമെങ്കിൽ ഫത്തബിഊനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അനുസരണാക്കണോ അല്ലാഹുവിന്റെ ഹബീബിനെ നിങ്ങളെ സകലമായ ജീവനത്തിൽ സകലമായ ചലന വലനത്തിൽ പടച്ചറബിടെ അനുസരണാക്കി റസൂലുള്ളാഹിയുടെ അനുസരണാക്കിയെങ്കിൽ യുഹ്ബിബുകുമുല്ലാഹു അല്ലാഹു പിർസബിക്കടാ നിങ്ങൾ അല്ലാഹുടെ പിർസബിച്ച അല്ലാഹു നിങ്ങളെ തിരിച്ച് പിർസബിക്കടാ അല്ലാഹുടെ പേടിക്കണായല്ല പിർസബിക്കണായ അപ്പൊ അല്ലാഹു ഖുർആനിൽ ചെമ്മ ജാഗളിച്ചണ്ട അല്ലാഹു തആല ശിക്ഷ ദണ്ഡവനായിട്ട് കട ജാഗ്രതാക്കളോരുണ്ട് എച്ചരിക്കട കരകണ്ട ദണ്ഡ ആധാര വിഷയത്തിലാ പങ്ക് നിങ്ങൾ നോക്കിയോളോ ഇന്ത്യ ചണ്ടി സുന്ദരമായ പ്രദേശത്തിൽ എത്രയോ മുഅ്മിനീങ്ങൾ വന്ന് തെച്ചിട്ടുള്ളാർ എല്ലാവരും തെച്ചിട്ടുള്ളാർ കുടക്കി പോറു ജീപ്പ് പോലീസ് വന്നിട്ട് വരിച്ചോളൂ ജീപ്പിൽ ഒരു 10 പോലീസ് രംഗ കയ്യിലുള്ള ആട്ടിയും പിടിച്ചോണ്ട് വന്നവരുടെ കിഴിഞ്ഞ് വന്ന നിങ്ങൾ ആരെങ്കോട് പറ ആരെങ്കോട് പറ 6 ഓടല്ലേ എന്ത് കോടല്ലേ ചെല്ലോ നീ ആരും തപ്പാക്കിട്ടില്ലേ അതേ പോലീസ് ബന്ധ സന്ദർഭത്തിൽ 6 ഇഞ്ച് ഇരിഞ്ഞിട്ട് അപ്പുറത്തിൽ ഓടി എന്തൊക്കെ ചെല്ലോറുള്ള അവന് കൂങ്ങുന്നുണ്ടു പോലീസ് ഇത് നന്റെ തേടിയും വന്നരേ ഞങ്ങൾക്ക് ആർക്കും തെരിയല്ല ഞങ്ങളെ ഇതെന്തൊരു ബിസിയാ ചെന്നിട്ട് ഓടി അവന് കൂങ്ങുന്നുണ്ടു നന്റെ തേടിയും വന്നരേ ഇത് അവന് പേടിച്ചിട്ട് ഓടറ എന്തൊക്കെ ചെല്ലോറുള്ള അവന് തപ്പാക്കിടാ തപ്പാക്കാത്തവന് പേടിക്കണ്ട തപ്പാക്കാണോ റാഹത്തിൽ ദൈക്കത്തൊന്തരന്തില്ല തപ്പാക്കിയവണോ പേടിക്കണം അല്ലാഹു തആല പേടിക്കൊണ്ടിട്ട് ചെന്ന ജാഗ എല്ലവും നിങ്ങൾ തപ്പാക്കെങ്കിൽ അന്യായാക്കെങ്കിൽ അനാചാറാക്കെങ്കിൽ വ്യഭിചരിച്ചെങ്കിൽ കള്ളു കുടിച്ചെങ്കിൽ ചീട്ട് കളിച്ചെങ്കിൽ ബഡ്ഡി വ്യവഹാറാക്കിയെങ്കിൽ
വട്ടി കൊടുത്തെങ്കിൽ എടുത്തെങ്കിൽ ഇതുപോലെ പടച്ചറപ്പ് പൊരുത്തപ്പെടാത്ത സ്വറ നിങ്ങാക്കടറാ ജാഗ്രതാക്കിളറോ. അല്ലാഹു അത് കഠിനമായിട്ട് ശിക്ഷകൾ കൊടുക്കണവനായിട്ടിക്കടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പേടിപ്പാട്ടവനായിട്ടിക്കടാ. അല്ലാഹു അദാബ് തണ്ടവനായിട്ടിക്കടാ. നിങ്ങൾ തപ്പാക്കിയെങ്കിൽ മാത്രം പടച്ചതമ്പുരാന് ചെല്ലടാ. തപ്പാക്കിയവണോ മാത്രം പടച്ചവന്റെ പേടിക്കണായത്. തപ്പാക്കാത്തവണോ എപ്പോഴും അല്ലാഹുവിനെ പേടിക്കട അകത്തില്ല. പടച്ചറപ്പടെ പിറസവീച്ചങ്ങമായി വലാ തഖ്നുതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹ് നിങ്ങൾക്ക് തന്റെ അനുഗ്രഹത്തിൽ ആശ മുറിയണ്ടടാ. പടച്ചറബ് നിങ്ങക്ക് തന്റെ റഹ്മത്തുണ്ടല്ലേ, പടച്ചറബ് നിങ്ങക്ക് തന്റെ അനുഗ്രഹം ഉണ്ടല്ലേ, റബ്ബ് നിങ്ങക്ക് തന്റെ സന്തോളം ഉണ്ടല്ലേ, അതിൽ ആശ മുറിയണ്ട. നാണെന്തില്ലാണ്ടായി പോയ, നാ കടത്തിലായ, നാശത്തിലായ, നാണ് രോഗത്തിലായ, നഗയില്ലാണ്ടായ, അധികാരം ഇല്ലാണ്ടായ, ആരോഗ്യം ഇല്ലാണ്ടായ ചെന്നിട്ട് പേടിക്കണ്ട മോളെ. അല്ലാഹു റഹ്മത്ത് ചെയ്തവനായിട്ടിക്കടാ ചെന്നിട്ട് പടച്ചതമ്പുരാന് ഖുർആൻ അല്ലാഹു തആല ചെല്ലട ഞങ്ങളെ പടച്ചവനെ ചെന്നോണ്ടുള്ളത്. നാളെ തന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ ആശ മുറിയണ്ട, നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ നോക്കിയുള്ളൂ, അല്ലാഹു വിധിച്ചതല്ലാണ്ട് ഏതും ഈ ദുനിയാവിൽ നടക്കില്ല. ഞങ്ങൾ കണക്കാക്കിയത് ഈ ദുനിയാവിൽ നടക്കില്ല. അല്ലാഹു കണക്കാക്കിയത് മാത്രമേ ഈ ദുനിയാവിൽ നടക്കൂ. ഞങ്ങൾ കുറെ കണക്കാക്കിക്കൊണ്ട് പോണ്ട, അത് ഞങ്ങളെ കണക്ക് മാത്രം. അത് എത്തുപാട്ടാണ് അല്ലാഹ്. നിങ്ങൾ നോക്കിയുള്ള മുഞ്ഞാണ്ട് ഉസ്താദ് അമീർ അർഷദിന്റെ ഉസ്താദ് വഫാത്തായത് നല്ലൊരു മനുഷ്യനായിട്ട് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരാള്. എത്രയോ പാവത്തങ്ങളെ കന്നഡത്തന്നെ എപ്പടെ പോലത്തെ വാളല്ല ചെന്നോണ്ടിരുന്ന ഒരാള്, ഈ സമുദായത്തിന് ഉന്നത നേതൃത്വം കൊടുത്തോണ്ടിരുന്ന ഒരാള്. അങ്ങനെ ബഹുമാനപ്പെട്ട അമീർ അർഷദി ഉസ്താദ് അതേപോലെ റക കെട്ടിത്ത് ഒരു നാള് മുന്നുള്ള ചങ്ങായിമാർക്ക് എല്ലാവർക്കും മെസ്സേജ് ആക്കിയത് നാളെ ഉച്ചക്ക് നന്റെ ഒത്തുക്ക് പറഞ്ഞ അകവക്കലുണ്ട് ചെന്നിട്ട് ആ വിളിച്ച ചങ്ങായിമാരല്ല പണ്ട സന്ദർഭത്തിൽ അമീർ ഉസ്താദ് മരിച്ചിട്ട് വഫാത്തായിട്ട് മയ്യത്രക്ക കുളിപ്പാട്ടിട്ട് കഫനാക്കിട്ട് കിടന്നു വെച്ചിട്ടുണ്ടോ, കിടന്നിട്ടുണ്ടോ? അവിടെ അകവക്കളൊക്കെ വന്ന മനുഷ്യന്മാർ മയ്യത്ത് നിസ്കരിച്ചിട്ടായിട്ട് ഇവിടെ പോണ്ടത് ചെന്നല്ലേ. ഞങ്ങളെ കണക്ക് മാത്ര ഞങ്ങൾ അക കിട്ടുകൊണ്ടു അകവക്കളാക്കൊണ്ടു മക്കൾക്ക് മങ്ങിലാക്കൊണ്ടു ഗൾഫ് പോകുണ്ടു ഗൾഫിടെ പുറകുണ്ടു ഞങ്ങൾ വാഹനം എടുക്കൊണ്ടു ഞങ്ങൾ അങ്ങനത്തെ സ്വറാക്കൊണ്ടു ഞങ്ങൾ ഇങ്ങനത്തെ സ്വറാക്കൊണ്ടു. ഇതെല്ലാം ഞങ്ങളെ കണക്ക് മാത്രം. മനുഷ്യര് അല്ലാഹുടെ കണക്കേ നടക്കും. ഞങ്ങൾ പേരിച്ചത് നടക്കൊണ്ട് പേര് കണ്ട അയാൾക്ക് എന്ത് തരൂ, ആ ഉസ്താദിക്ക് എന്ത് തരും? നാളെ അകവക്കളാക്കില്ല എന്താ അയാൾക്ക് എന്ത് തരൂ? നിന്റെ മയ്യത്ത് നിസ്കരിക്കൊണ്ട് അയാൾക്ക് എന്ത് തരൂ? അല്ലാഹു സുബ്ഹാനഹു വ തആല കണക്കാക്കിയതേ നടക്കൂ. നല്ല സമയത്തിൽ നല്ല രൂപത്തിൽ നല്ല മരണപ്പെട്ട തമ്പുരാൻ ആ ഉസ്താദിക്ക് വിളിച്ചാൽ അതുപോലത്തെ ബഹുമാനപ്പെട്ട സറഫുദ്ദീൻ തങ്ങളെ പോലത്തെ എത്രയോ ആൾമാരെ മരണത്തെ ഒരു ചരിത്രത്തിൽ നോക്കിയുള്ള ഒരു മനുഷ്യരെ അല്ലാഹു വിധിച്ചതേ നടക്കൂ. അങ്ങ് പേരിക്കട മോളെ മങ്ങിലാക്കി കൊടുക്കുകൊണ്ടു അത് ഞങ്ങൾ പേരിക്കട ഞങ്ങൾ കണക്കാക്കിയത്. അതൊക്കെ പിന്നെ കുറെ നിശ്ചയം ഉറപ്പല്ലാക്കിയത് അത് ഞങ്ങാക്കടത്. മങ്ങലത്തേക്ക് ഡേറ്റ് വെക്കണത് ഞങ്ങാക്കടത്. ഞങ്ങളെ കണക്ക് അത് മങ്ങലത്തേക്ക് ഹാള് നിശ്ചയിച്ച് ഞങ്ങൾ കണക്കാക്കടത്. അവിടെ ഗമ്മത്താക്കട ഞങ്ങൾ കണക്കാക്കടത്. പോണ്ട പണ്ട വ്യവസ്ഥ ഞങ്ങൾ കണക്കാക്കടത്. ഇത്ര ആളുമാർക്ക് ചോറ് കൊടുക്കൊണ്ട് ഞങ്ങൾ കണക്കാക്കടത്. നാളെ പോയിട്ട് പോണെന്ന് കണ്ടെങ്കിൽ നാളെ പോയിട്ട് നിന്റെ മോളെ കൈനീറ്റ് കൊടുക്കൊണ്ട് അതും ഞങ്ങൾ കണക്കാക്കിയത്. റബ്ബ് കണക്കാക്കിയതല്ല ഞങ്ങൾ കണക്കാക്കിയത്. അല്ലാഹുടെ കണക്കെന്തിരേണ്ട് ഞങ്ങൾക്ക് തിരിയല. എല്ലാ വ്യവസ്ഥയുടെ 1,000 ആളുമാർ ചോറുടെ വ്യവസ്ഥയുടെ അടിക്ക് ഐറ്റംസ് കൊമ്പന്ന് വെച്ചറ് അടിക്ക് ആക്കടങ്ങ വന്നറ് എല്ലാ വ്യവസ്ഥയുടെ ഹോളിഡേ എല്ലാ വ്യവസ്ഥയുടെ നാളെ ഒന്ന് പോണെന്ന് കണ്ട അവിടെ സന്ദർഭത്തിൽ ഒന്ന് പോയിട്ട് കൈനീറ്റങ്ങുമായി എല്ലാ വ്യവസ്ഥയുടെ മനുഷ്യര് മോളെ മങ്ങലത്തേക്ക് കൈനീറ്റൊക്കെ പോണ്ട ആളായിട്ട് റോഡ് സൈഡിൽ ആക്സിഡന്റ് ആയിട്ട് മരിക്കണത്. അല്ലാഹുടെ കണക്കാണ് കൈനീറ്റൊക്കെ ഇല്ല. മങ്ങലത്തെ ചോറോണും ഉണ്ണകില്ല. മങ്ങലത്തേക്ക് ബന്ധങ്ങളോണ് കാണുകില്ല. മോളെ കൈനീറ്റ് കൊടുക്കില്ല. അത് പടച്ചറപ്പട കണക്ക്. മനുഷ്യർ അല്ലാഹുടെ കണക്കേ ഈ പ്രപഞ്ചത്തിൽ നടക്കോ. കണ്ടില്ല ഇന്നെല്ലാം മുഞ്ഞാണ്ട് കേരളത്തൊരു പുതിയാപ്പിള് എല്ലാ കൈ കണക്കല്ല തീർന്നറ മങ്ങലത്തെ എല്ലാ വ്യവസ്ഥയുടെ ഒരു നാള് മുന്നോട്ട് ഗൾഫൊക്കെ വന്ന് ഗൾഫിടെ വന്നവണോ ഗൾഫിൽ തെച്ചിട്ടായിട്ട് എല്ലാവരും മാർഗം മങ്ങലത്തെ ദാവത്ത് കൊടുത്തത്. ഹാൾക്ക് ബുക്കാക്കിയത്, അഡ്വാൻസ് കൊടുത്തത്, സാമഗ്രി കൊമ്പെല്ലാം റെഡിയാക്കി വെച്ചത്. സകല വ്യവസ്ഥയുമായിട്ട് തങ്ങളെ വിളിച്ചത് ഉസ്താദിനെ വിളിച്ചത് ഡയറക്ടറെല്ലാം ഫിക്സ് ആയിട്ട് എല്ലാം റെഡി ആയത്. വിദ്യാട് സുബേഗത മങ്ങിൽ തണ്ട് സുബേഗ് പോണുന്നു കെട്ടുക നിക്കാഹ് നടക്കണത് 10 ഗಂಟೆ ഉത്തര പുറത്തായ നിക്കാഹുടെ ഹാൾ
എത്തിയിട്ട് സ്റ്റെപ്പ് പത്ര സന്ദർഭത്തിൽ നെഞ്ഞ് നമ്മൾ തുടങ്ങിയത് എവിടേക്ക് പോന്ന ഹോസ്പിറ്റലിൽ കുമ്പോണ്ടൊക്കെ കാണുമെന്നുള്ള മരിച്ചു പോയിട്ട് മനുഷ്യ വെറുതെ മനുഷ്യരെ നിങ്ങൾ കണക്കാക്കിയതുപോലല്ല അള്ളാഹു കണക്കാക്കിയത് നടക്കൂ. ആ മനുഷ്യ പേരിച്ചത് നാണ് നിന്റെ പെഞ്ഞയുടെ കൈ നീറ്റുകൊണ്ടു, പെഞ്ഞയുടെ കാക്കടക്കൽ നാണ് സ്വീകരിക്കുകൊണ്ടു, ഇന്റെ ഭക്ഷണമായിട്ട് നടക്കുകൊണ്ടു, മക്കാവുകൊണ്ടോ ബൽദാവുകൊണ്ടോ മക്കളുടെ കളിക്കുകൊണ്ടോ ഇതെല്ലാം ഞങ്ങൾ കണക്കാക്കിയത് അള്ളാഹു കണക്കാക്കിയതേ നടക്കൂ. ഞങ്ങൾ കണക്കാക്കിയതിന്റെ പിറകള് പടച്ചതമ്പുരാന്റെ പൊരുത്തവും റബ്ബുടെ റഹ്മത്തുണ്ടെങ്കിൽ പടച്ചറബ്ബുടെ ഖുദ്റത്തുണ്ടെങ്കിൽ ഏത് നടക്കും മനുഷ്യരെ. എത്രത്തോളം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു കണക്കാക്കിയത് ഏഴ് ആകാശത്തെ മേലുണ്ടുകൊണ്ട് കണ്ടെങ്കും അല്ലാഹു അത് നിക്കിയത്ത് പാട്ടി തറോ. ദുനിയാവിൽ നിന്ന് സകലമാന മനുഷ്യരും എല്ലാ വ്യവസ്ഥയും തടഞ്ഞെങ്കും സമയത്ത് പടച്ചറബ് കണക്കാക്കിയിടുന്ന അല്ലാഹു നിക്ക് തന്നിട്ടേ തീരൂ. ഒരാൾക്ക് തടയുക സാധ്യമേ ഇല്ല. നിങ്ങൾ അച്ഛനാക്കി നോക്കറോളാ നിന്റെ ഊത്തലാക്കിട്ട് ഒരു കരി നിങ്ങൾ ഊത്തലാക്കിയ കരി നാഷ്ടാക്കിട്ട് അല്ലെങ്കിൽ ഉച്ചക്ക് ചോറുണ്ടെങ്ക ഔത്രൊളുക്കത്ത് ഒരു വിഷയം മാത്രം ചെല്ലട്ടെ ചെമ്മച്ചുള്ള ടൈം കഴിഞ്ഞിട്ട് നിപ്പാട്ടെ നിമിഷത്തില് പാത്രത്തിൽ കറിയാക്കിയിട്ടുള്ള അത് ഞങ്ങൾ പെഞ്ഞ ഞങ്ങളുടെ ഉമ്മ കറിയാക്കിട്ട് ആ പാത്രത്തില് അതൊന്നും നാളെ ചെന്നാക്കുറിഞ്ഞ അതിൽ കുറെ ഐറ്റംസ് ഉണ്ട്. ടൊമാറ്റോ ഉണ്ട്, പുളിയുണ്ട്, നീറുള്ളി ഉണ്ട്, വെള്ളുള്ളി ഉണ്ട്, കായ്മുളക് ഉണ്ട്, അതില് കൊത്തമ്പരി ചൊപ്പുണ്ട്, അതില് കൊത്തമ്പരി ഉണ്ട്, ജീരകം ഉണ്ട്, അതില് മുളകുണ്ട്, അതില് തണ്ണി ഉണ്ട്, ഉപ്പുണ്ട്. ഒരു 10 പോലും ഐറ്റംസ് ഒരു കരിയിലുണ്ട് അല്ലേ. ടൊമാറ്റോ വന്നത് അറസിക്കരടുത്ത്, മുളക് വന്നത് കുംതത്തത്, കൊത്തമ്പരി വന്നത് ഇന്നൊറായത്തില്, കൊത്തമ്പരി ചപ്പു വന്നത് പിന്നൊറായത്തത്, ഉപ്പ് വന്നത് ഇന്നൊരു ജില്ലടത്, അതേപോലെ അതിൽ വെള്ളുള്ളി വന്നത് പിന്നൊരു ജില്ലടത്, നീറുള്ളി വന്നത് ഇന്നൊരു ജില്ലടത്, പിന്നൊരു ഐറ്റംസ് വന്നത് പിന്നൊരു സ്റ്റേറ്റത്, ഇന്നൊരു ഐറ്റംസ് വന്നത് പിന്നൊരു റായത്തത്. 10 15 ഐറ്റംസ് 10 15 റായത്തത് വേണ്ടത്. ഞങ്ങളത് ചെന്നിട്ട് ഞങ്ങളെ റായത്തത് ചെന്നിട്ട് ഞങ്ങളെ ചട്ടിയിലുള്ളത് കിണറ്റിൽ നിന്ന് തണ്ണി മാത്രം ഞങ്ങളത് ചെന്നിട്ട് ആ കരയുടെ പാത്രത്തിലുള്ള ഞങ്ങളെ പിന്നെ തണ്ണി മാത്ര അതും ഞങ്ങളെ കിണത്തിലുള്ളണ്ട് മാത്രം. ആ കിണത്തിൽ പണ്ട വസറത് അപ്പുറത്തങ്ങളത് അത് ഹിന്ദുടതും മുസ്ലിമുടതും ജൈനടതും ക്രൈസ്തരതും എല്ലാവരും പിത്തലിന്റെ അടിയിലായിട്ട് പണ്ടായിട്ട് ഈ വസറും പണ്ടത് ഞങ്ങളത് ചെന്നിട്ട് എന്തില്ല ആക്കിയ മാത്രം നിങ്ങൾ നോക്കിയുള്ള ഓരോരോ ഐറ്റംസ് ഏതേത് റായത്തുണ്ട് പടച്ചറബ് കണക്കാക്കിയത് ഏത് ദുനിയാവിൽ നിന്നും അത് വന്നത് നിന്റെ ബാത്തൊക്കെ പോളുകൊണ്ട് ചെന്നോണ്ടുള്ളേ. ഏത് ദുനിയാവ് ഏത് ജില്ലയിലിക്കട്ടെ ഏത് സ്റ്റേറ്റിലിക്കട്ടെ ഏത് ലോകത്തിലിക്കട്ടെ അതിൽ ചിലപ്പോ ഗൾഫിടെ കൊമ്പൻ ഐറ്റംസ് ഈ കരയില് എവിടെ ഇന്നെങ്കിൽ നിന്റെ ഭയത്തേക്ക് പടച്ചറബ് കണക്കാക്കിയിട്ടിന്നെങ്കിൽ അത് നിന്റെ ഭയത്തേക്ക് വന്നിട്ട് എത്തിയിട്ടേ തീർന്നത്. 7 ആകാശത്തെ മേളിൽ പടച്ചറബ് നിക്ക് കണക്കാക്കിയതാ. ഈ ദുനിയാവുള്ള ആർക്കും തടയുക സാധ്യമില്ലടാ. ഞങ്ങൾ പേര് ചെല്ല അവൻ അട്ടകാള് വെച്ച അവിടെ നിന്റെ സോപ്പാട്ടൊക്കെ നോക്കിയാ അവിടെ നിന്റെ ഇല്ലാണ്ടാക്കൊക്കെ നോക്കിയാ ഇതെല്ലാം ഞങ്ങൾ മാത്രം കണക്കാക്കിയത്. അള്ളാഹു കണക്കാക്കിയത് നടക്കാക്കിയത് ഇന്ന് അള്ളാഹു നിക്ക് കണക്കാക്കാത്ത വസ്തു ഉണ്ടല്ലേ. നിന്റെ ജണ്ട് ചുണ്ടുടെ ഇടല ജണ്ട് പല്ലയുടെ ഇടൽ കടിച്ചു പിടിച്ചിട്ട് ഇന്നെങ്കും സമയത്ത് നിന്റെ ഭയത്തിലുള്ള അല്ല കണക്കാക്കിയത് 7ാമത്തെ ആകാശത്തിൽ നിന്നെങ്കും നിന്റെ ഭയത്തുകത് വന്നിട്ട് പോളൂ. അള്ളാഹു കണക്കാക്കാത്തത് നിന്റെ ജണ്ട് പല്ലയുടെ ഇടൽ കടിച്ചു പിടിച്ചിട്ട് ഇന്നെങ്കും സമയത്ത് നിന്റെ ഭയത്തിലുള്ള പോവാല. കോട്ടിക്കണക്കിൽ സ്വത്തുണ്ടുള്ള എത്ര സമ്പത്ത് സവളത്തുണ്ടുള്ള എല്ലാവിധ ആഹാര പദ്ധതി ഉണ്ടുള്ള എന്തും കുറടിയില്ലടാ. ഐസിയുട് കിടന്നിട്ടുള്ള മനുഷ്യ തിന്നട ഐറ്റംസ് റെഡി ഉണ്ട്, അവിടെ കുടിക്കട ഐറ്റംസ് റെഡി ഉണ്ടോ, എങ്ങനത്തെ ഫ്രൂട്ട് ഐറ്റംസും ഒക്കെ കൊമ്പന്ന് വേച്ചറ, എല്ലാ ജ്യൂസ് ഐറ്റംസും കൊമ്പന്ന് വേച്ചറ. പാപ്പായുടെ വെന്റിലേറ്ററിലെ പൈപ്പ് അങ്ങനെ ഭയത്തിലുള്ളത് തള്ളി വെച്ചിട്ട് കിടന്നിട്ടുള്ള സഖറാത്തിലുള്ള തിണ്ണക്ക് കുറടിയില്ല, കുടിക്കൊക്കെ കുറടിയില്ല. ഡോക്ടർമാർ ലാസ്റ്റ് നിമിഷത്തോളം പ്രയത്നാക്കട് ഭയത്ര ഉൾഗത്ത് കൂറുമുറുക്ക് തന്നെങ്കും കടത്തക ഉടാ ചെന്നിട്ടായിട്ട് കട അലച്ചനാക്കിയടറോ ഭയത്ര ഉൾഗത്ത് ഒരു ഗ്ലാസ് വിടറോ ഒരു ചമച്ച തന്നെയൊന്നും ഉൾഗത്ത് പോകാ ഉടാ ചെന്നിട്ട് ബായിക്ക് തന്നെ ബീത്രറുമക്ക തെളി ബീത്രറുമക്ക ഇല്ലത് ഉൾഗത്ത് പോണ്ടില്ല. 2 പള്ളിയുടെ ഇടലിന്നിട്ടും ഉൾഗത്ത് പോകാവില്ല. പടച്ചറബ് കണക്കാക്കിട്ടില്ലേ. എത്ര സവളത്തിക്കട്ട് എന്ത് ആരോഗ്യക്കട്ട് എത്ര അധികാരിക്കട്ട് എന്ത് വേണമെങ്കിലും മിക്കട്ടെ മോനെ പടച്ചറബ് കണക്കാക്കിട്ടില്ലാണ്ട് കണ്ണെങ്കിൽ ഒരു മുറുക്കു തണ്ണി സമയത്ത് നിന്റെ ഭയത്തുൾക്കത്ത് കടത്തുക ഒരാൾക്കും സാധ്യമില്ല. എങ്ങനത്തെ ഡോക്ടർമാരും ഞങ്ങത്തെ സയന്റിസ്റ്റുമാരും ഞങ്ങത്തെ ആളുമാരും 6 പേരിച്ചെങ്കും പടച്ചറബ് കണക്കാക്കിട്ടില്ലേ. ഒരു ചമച്ച തണ്ണി സമയത്ത് നിന്റെ ഭയത്തുൾക്കത്ത് കടത്തുക സാധ്യമേ ഇല്ല.
അത് ചെന്നോട്ടുള്ള അല്ലാഹുടെ ഖളാ അല്ലാണ്ട് അല്ലാഹുടെ ഖദർ അല്ലാണ്ട് ഒന്നും നടക്കല. പിന്നെ ആ പടച്ചറബ് ഞങ്ങളാക്കിയത് ഒരാൾമാർക്ക് അല്ലാഹു കൊടുത്ത, ഒരാൾമാർക്ക് അല്ലാഹു ഇല്ലാണ്ടാക്കിയ, ഒരാൾമാർക്ക് അല്ലാഹു രോഗത്തെ കൊടുത്ത, പിന്നെ ഒരാൾമാർക്ക് അല്ലാഹു ആരോഗ്യത്തെ കൊടുത്ത. രണ്ടും പരീക്ഷമേ, രണ്ടും പരീക്ഷണമേ പടച്ചറമ്പുരാണ്ടത് അല്ലാഹു കൊടുത്തൊരു ടെസ്റ്റാക്കടാ. ഇത് ആറുകല്ല പോയോണ്ടുണ്ടു, ഏതെല്ലാം പാവത്തോളെ ബാറ്റക്ക് പോയോണ്ടുണ്ടോ, ആരെല്ലാം രോഗിമാർക്ക് പോയോണ്ടുണ്ടോ, എത്ര അനാഥക്കും വിധവക്കും പോയോണ്ടുണ്ടോ. പടച്ചറബ് വരുത്തപ്പെട്ട ഇത് ഓരോ ധാർമ്മിക കേന്ദ്രത്തുക്ക്, മദ്രസത്തുക്ക്, അവന്റെ ഖുർആൻ പഠിപ്പാട്ട് കേന്ദ്രത്തുക്ക്, ഹബീബിയുടെ തിരുസുന്നത്ത് പഠിപ്പാട്ട് കേന്ദ്രത്തുക്ക്, ഞങ്ങൾ മരിച്ചെങ്കിൽ നമുക്ക് മയ്യത്തിൻസ്കരിക്കൂ പഠിപ്പാട്ട് കേന്ദ്രത്തുക്ക്, ഞങ്ങൾ സുജൂദൊക്കെ പഠിക്കണ കേന്ദ്രത്തുക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശീലന കേന്ദ്രത്തുക്ക്, ഇതൊക്കെല്ലാം ഏതെല്ലാം രൂപത്തിൽ പോയോണ്ടുണ്ട്. ചെന്നിട്ട് മനുഷ്യരെ കൊടുത്തത് ഞങ്ങളത്, കൊടുത്തത് ഞങ്ങളത്, കൊടുത്തത് ഞങ്ങളത്, ഇന്നത് ഞങ്ങളതല്ലടാ. കൊടുത്തത് ഞങ്ങളത്, ഇന്നത് ഞങ്ങളതല്ല. നീ ഒരാൾക്ക് ഒരു പിടി ഭക്ഷണം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ചോറ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങളത് അഭിമാനത്തിലല്ല, നിന്റെ ചോറായിട്ട് കിടക്കാറ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്കത് തറാണ്ടിക്കല്ല, ഒരാൾക്കും അത് കക്കുകാവില്ലടാ. അതിന് പ്രതിഫലത്തെ പടച്ചറബ് ഞങ്ങളെ ലിസ്റ്റിൽ അല്ലാഹു എഴുതി വെച്ചിരാ. ഒരാൾക്കും അത് ബലിച്ചെടുക്കുകയാവില്ല. ബദലക നിന്റെ ഉത്തര ഉണ്ടാക്കി വെച്ചിട്ട് ചോറുണ്ടല്ലേ, അത് നിന്റെ വേണ്ട ചെല്ലക്കും നിന്റെ ഒട്ടുക്ക് സാധ്യമേ ഇല്ല. നിന്റെ എതിർന്ന പാത്രത്തിൽ വിളമ്പി വെച്ചിരുന്ന ചോറുണ്ടല്ലേ, അത് നിന്റെ ചെല്ലക്ക് സാധ്യയില്ല. എത്ര ആളും മാറില്ലടാ. മീന് കൊമ്പണ്ടറ, തറക്കാര് കൊമ്പണ്ടറ, ഇറച്ചി കൊമ്പണ്ടറ എല്ലാം റെഡിയാക്കൂ. പെഞ്ഞീടിൽ കൊമ്പന്ന് കൊടുത്തറ, പെഞ്ഞ അവള് റെഡിയാക്കി വെച്ചള. അങ്ങനെ കൊമ്പന്ന് കൊടുത്തൊരു പെഞ്ഞീടിൽ കൊടുത്തൊരു തെല്ല് കുറുസുൽ തെച്ചവണം. 2 വർഷத்துக்கு മുന്നൊക്കെ പരിശീലന കാസർഗോഡ് ഒരാളെ മരണത്തെ ചരിത്രം ചെന്നോണ്ടുള്ളത്. പെഞ്ഞെ ചെന്ന് ഒന്നും പോയിട്ട് ഇതിലെ പോയിട്ട് മീന് കൊമ്പറ ചെന്നിട്ട് നല്ല 5 മീന് കൊമ്പന്നിട്ട് പെഞ്ഞയുടെ കയ്യിൽ കൊടുത്തിട്ട് എല്ലാം ഉറങ്ങാ ചെന്നിട്ട് തെച്ചവിടെ പൈച്ചോണ്ടിന്താ മനുഷ്യക വേഗാക്കിത്താ ചെന്ന് പെഞ്ഞിട്ടിട്ട് ചെന്ന് ഡൈനിങ് ടേബിളിൽ കാത്തോണ്ടുണ്ട് ചോറ് വണ്ടര. അവിടേക്ക് തെല്ല് ഉറക്കി പിടിച്ചത് പോലെ പെഞ്ഞയായി എത്ര വേഗത്തിൽ 5 ഗസിയാക്കിട്ട് ചോറ് വിളമ്പിട്ട് കൊമ്പന്നിട്ട് ഡൈനിങ് ടേബിൾ ആ മനുഷ്യയുടെ മുന്നിൽ വെച്ചിട്ട് ഉറങ്ങിയ മനുഷ്യരുടെ വണത്തുമ്പത്തുക്ക് മനുഷ്യ ബന്ധില്ല. മനുഷ്യരെ ആ സന്ദർഭത്തിൽ റൂഹ് പോയിട്ടായിട്. ഇത്രമേ ഉള്ള മനുഷ്യ, നിന്റെ ഒത്തിരി പ്ലേറ്റിലുള്ളത് നിന്റെതല്ല, നിന്റെ കീസിലുള്ളതും നിന്റെതല്ല, നിന്റെതല്ല. ബാങ്കിൽ വെച്ചത് നിന്റെതല്ല, കാതിൽ തൂങ്ങിയോണ്ടുള്ള മാലയും പങ്കാറും അലിക്കത്തും നിന്റെതല്ല. ഇട്ട ഡ്രസ് സമേത, ഇട്ട ഡ്രസ് സമേത നീ മരിച്ചെങ്കിൽ കീരിട്ട് എരിയകുള്ളത് മോണ്. അതും സമേത കൊമ്പയുടെ ദഫനാക്കില്ല. ഞങ്ങളിൽ ഉള്ളത് ഏതും ഞങ്ങളതല്ലേ അല്ല. ബദലുകൾ കൊടുത്തത് ഞങ്ങളത്. പാവത്തവണ് കൊടുത്തത്, അനാഥക്ക് കൊടുത്തത്, യതീമക്ക് കൊടുത്തത്, പാവത്തവന്റെ കണ്ണട തണ്ണി ഒപ്പക്ക് കൊടുത്തത്, പൈക്കനുടെ ഭയത്തുക്ക് കൊടുത്തത്, അല്ലാഹുടെ പള്ളി കൊടുത്തത്, പടച്ചറബടെ ദീനി പഠിപ്പാട് മദ്രസത്ത് കൊടുത്തത്, അവന്റെ ദീനി കേന്ദ്രത്ത് കൊടുത്തത്, അത് ഞങ്ങളത് അഭിമാനത്തിൽ ചെല്ല നണ്ടര. പള്ളിയുടെ പെയിന്റിംഗ് അതിൽ നല്ലതുണ്ടോ, ഹൗദിൽ നല്ലതുണ്ടോ, മീനാറത്തിൽ നല്ലതുണ്ടോ, ഇദ്യത്തെ മദ്രസത്ത് സുന്ദരമായ മദ്രസത്ത് അതിൽ നല്ലതുണ്ടോ. നാണ് മരിച്ചപ്പോ ഖബർസ്ഥാനത്തിൽ കിടന്നപ്പോ നമുക്ക് പരിശുദ്ധ ഖുർആൻ ഓതുമ്പോ അവിടെ വന്നിട്ട് അലിഫും മദബും പഠിക്കണ സന്ദർഭത്തില്, അവിടെ വന്നിട്ട് ബിസ്മിയുടെ സന്ദർഭത്തില്, ഉസ്താദുമാര് പഠിപ്പാട്ട സന്ദർഭത്തില് ഈ മദ്രസ കാലത്തോളം അവിടെ ഖുർആൻ പഠിപ്പാട്ട കാലത്തോളം അവിടെ ദിക്റും തസ്ബീഹും പഠിപ്പാട്ട കാലത്തോളം അവിടെ മദ്രസ ഉസ്താദുമാര് പഠിപ്പാട്ട കാലത്തോളം മരിച്ചിട്ട് എത്ര 1000 വർഷമായിട്ടും ഖബറിൽ കിടന്നെങ്കോ അതിന്റെ പ്രതിഫലം നിനക്ക് കിട്ടിയോണ്ടിക്കിടുമോളെ. കൊടുത്തത് പടച്ചറബ് ഞങ്ങളൊക്കെ കൊണ്ട് റെഡിയാക്കി വെച്ചിട്ടിക്കടാ. ഞങ്ങളിൽ ഇന്നരാ ഞങ്ങൾക്ക് 10 പൈസ ഉപകാരത്തില്ലാത്ത രൂപത്തിലായിട്ട് നിങ്ങൾ കാലാനന്തരം ചെലവായിട്ട് കൊണ്ടരാ. അപ്പൊ നിങ്ങൾ അള്ളാഹുടെ റഹ്മത്ത് ചൊരിയോട്ട് കണ്ടെങ്കിൽ പടച്ചറബ് പൊരുത്തപ്പെട്ട നല്ല നല്ല സ്വരത്തുക്ക് സഹായാക്കാം. ഇതുപോലത്തെ സംഗമ ഫസ്റ്റ് ചെന്നത്, ഇതുപോലത്തെ സംഗമ ഒന്ന് പരസ്പര കാണുക, പരസ്പരം ഒന്ന് തെരിയും, പരസ്പരം ഒന്ന് മുഖം നോക്കും, പരസ്പരം ഒന്ന് ദ്വാരക്കും, പരസ്പരം ആമീൻ ചൊല്ലും. കുറെ മുന്നിൽ കാട്ടില്ലേ ഇതുപോലെ നല്ല കുറെ ആൾമാരുള്ളവർ ഈ സമുദായത്തിൽ ശബ്ദമായിട്ട് കുറെ ആൾമാർ, നല്ല നല്ല ആൾമാർ, ആലിമ്യങ്ങളുള്ളവർ, മറാക്കന്മാരുള്ളവർ എല്ലാവരും വന്ന് സംഗമിക്കണത് ഒന്ന് കാണൂ. ഈ
കാണേണ്ടത് ഈ ഒരുമിച്ച് കൂടരുത് നെക്സ്റ്റ് അല്ലേ ഖിദ്ർ മൗലൂദ് നേർച്ച അവിടെ സന്ദർഭത്തില് ഈ കാണ്ട മുഖ എത്ര ആറടി മണ്ണ് എത്തിട്ടിക്കു ചൊല്ലുക സാധ്യമില്ലാത്തത് ഉള്ള സമയം ഞങ്ങളതില്ല നാളത്തെ സമയം ഞങ്ങളതിന് ചൊല്ലുക സാധ്യമേ ഇല്ല നെക്സ്റ്റ് മിനിറ്റ് അത് ഞങ്ങളതിന് ചൊല്ലുക സാധ്യമില്ല ഇപ്പൊ ഉള്ളത് ഞങ്ങളത് കഴിഞ്ഞു പോയത് കഴിഞ്ഞു പോയത് പോയിത്തപ്പറ ഇപ്പൊ ഉള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് എന്താക്കുക തീരുത്ത് നാളത്തെ വിസ ആലോചന കണ്ടത് നമുക്ക് തെരിയല അല്ല നാളത്തെ വിസ നമുക്കൊന്നും തെരിയല ഞങ്ങൾക്ക് വെച്ചതല്ല അത് അനുഭവിക്കൊണ്ട് ചൊല്ലത് ഗ്യാരണ്ടി എന്തോ ഇല്ല ഇപ്പൊ നിങ്ങൾക്ക് എന്താക്കുക തീരുത്തി ചെന്നിട്ട് ആ രൂപത്തിൽ ഇൻഷാ അല്ലാഹ് പലക്കത്തേക്ക് നാണ് വിറാമാക്കടെ ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങളുടെ ദുആവും നേതൃത്വത്തിലേക്കു ഈ ദച്ചരിക്കടെ പ്രത്യവർത്തവും ഇന്ന ബണ്ട വർഷ ഇതുപോലത്തെ വാർഷിക അവിടെ സന്ദർഭത്തിൽ ഈ സുന്ദരമായ മദ്രസ ಅದರ ಉದ್ಘಾಟನೆ ಒಟ್ಟಿಗೆ ಅವಟ್ಟು ಅಲ್ಲ ಅದು ಉದ್ಘಾಟನೆ ಆಯ್ತು ಆದ್ರೆ ಚಂದ ನಂಗೆ ಕಂಡೋಂಟಿಕಟ್ಟು ಎಂದಿಗೆ ನಾ ಚೆನ್ನಲ್ಲ ಫಸ್ಟ್ಗೆ ನಂಗೆ ಆರಡಿ ಮಣ್ಣಿಗೆ ಎತ್ತರಂಗ ಆ ಯಾತ್ರೆ ಆ ಟೂರ್ಲ್ ನಂಗೆ ಉಳ್ಳದು ഖബർസ്ഥാനത്തേക്ക് പോയിട്ട് ടൂറിലായിട്ട് ഞങ്ങൾ ഉള്ളത് അതിന്റെ അപ്പറിപ്പുറത്തിൽ നിൽക്കി നോക്കൂടെ മാത്ര എത്ര പോയിട്ട് ഖബർസ്ഥാനത്തേക്ക് ഞങ്ങൾ ലാസ്റ്റൊക്കെ പോയിട്ട് എത്ര ജാഗ ഞങ്ങളെ റോഡ് എണ്ടാവിടെ ജാഗ ഞങ്ങളെ യാത്ര എണ്ടാവിടെ ജാഗ ഞങ്ങളെ ജീവന എണ്ടാവിടെ ജാഗ ആയിട്ട് ഞങ്ങളെ റായത്തെ പള്ളിയുടെ പരിസരത്തുള്ള ഖബർസ്ഥാൻ അതിലേക്കാണ് അപ്പുറത്തേക്ക് പോകും ഞങ്ങൾക്ക് റോഡില്ല അവിടെ എണ്ടായിട്ട് ലാസ്റ്റ് സ്റ്റോപ്പ് ആയിട്ട് ഞങ്ങളത് അവിടേക്ക് പോണ്ടേ കാണുമെന്നുള്ള നാശന്നല്ലേ എന്തെങ്കിലും ഇതുപോലത്തെ സംരംഭത്തേക്ക് നിങ്ങൾ സഹായാക്കിട്ടിരുന്നെങ്കിൽ അതൊക്കെ നിങ്ങൾ സഹകാരാക്കിട്ടിരുന്നെങ്കിൽ മുക്ത മനസ്സുകത്തേക്ക് നിങ്ങൾ കൊടുത്തിട്ടിരുന്നെങ്കിൽ ഞങ്ങൾ മരിച്ചിട്ട് ഖിയാമനാളത്തോളം ഖബറിൽ കിടക്കടോടത്തോളം പ്രതിഫലം നിങ്ങൾക്ക് വന്നോണ്ടിക്കട് നിങ്ങൾക്ക് തെരിയാണ്ട് നിങ്ങൾക്ക് കിട്ടിയോണ്ടിക്കട് അതൊക്കെ വേണ്ട ഇൻഷാ അല്ലാഹ് കമ്മിറ്റിയുടെ ചെന്നതുപോലെ നിങ്ങൾ നടപ്പാക്കേണ്ടുള്ളത് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ അതൊക്കെ വേണ്ട കലക്ഷനുടെ വ്യവസ്ഥയിലാക്കേണ്ട സന്ദർഭത്തിൽ ചെമ്മെന്തുലേട്ടാക്കാണ്ട് ഞങ്ങളത് മയ്യ ഇതുകൂടെ ഗതിയും ഇന്ന് ഞങ്ങൾ ആക്കില്ല അപ്പോ ഇൻഷാ അല്ലാഹ് അതുകൊണ്ടിട്ട് ഞങ്ങളെ കൊണ്ടിട്ട് ആ ഒരു സൊറാവട്ട് നമുക്ക് അത് പിന്നെ അതൊരു ഒന്ന് തുടങ്ങാൻ ബാക്കിയല്ല ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഞങ്ങളെ പിന്നെ ഫഖ്റുദ്ദീൻ തങ്ങൾ അതെല്ലാം പൂർത്തിയാക്കി നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ദുആരക്കും അഹ്ലു ബൈത്തിലെ കണ്ണിയായ പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ചൊന്നു വെച്ച റൂസിയത്തുണ്ട് ഓ മനുഷ്യരെ രണ്ട് ബിസെന്നാണ് മരിച്ചു പോയെങ്കും നാണ് പോയെങ്കും രണ്ട് ബിസെ തന്ന നിങ്ങൾക്ക് തന്നു പോണ്ടേ അത് നിങ്ങൾ കെട്ടിപ്പിടിക്കട കാലത്തോള നിങ്ങൾ ചിന്ന ഭിന്ന കെട്ടിപ്പിടിക്കട കാലത്തോള നിങ്ങൾ പരസ്പര പീർസപ്പാട്ടിലിക്കിടറ് അത് ഏതെന്റെ കെട്ടെ ഒന്ന് കിതാബുല്ലാഹ് അല്ലാഹുടെ പരിശുദ്ധ ഖുർആൻ അതിനെ അനുഗ്രഹിക്കട കാലത്തോള അത് ഓതര കാലത്തോള അത് അധ്യയനാക്കട കാലത്തോള അതിൽ ഇന്നത് പാലനാക്കട കാലത്തോള നിങ്ങൾ ചിന്ന ഭിന്നാവില്ല രണ്ടാമത്തെ അഹ്ലു ബൈത്തി നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നന്റെ അഹ്ലു ബൈത്ത് നന്റെ കുടുംബ പാരമ്പര്യ തങ്ങന്മാർ ഉദക്കിറുക്കുമുല്ലാഹ ഫീ അഹ്ലി ബൈത്തി നന്റെ തങ്ങന്മാർ നിങ്ങളെ പ്രത്യേക നടപ്പാക്കടനാണ് അങ്ങനെ നിങ്ങൾ പിരിസബൈച്ചോളൂ അങ്ങനെ നിങ്ങൾ ദ്വാരപ്പാട്ടറും ഇത് ഇന്നലെ തുടങ്ങിയതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അല്ലാഹുവിന്റെ ഹബീബുടെ വഫാത്തിൽ പിന്നെയും ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സഹിത എല്ലാ സ്വഹാബത്തിയും യുദ്ധത്തിനും ഏതൊക്കെ വേണമെങ്കിൽ പോവട്ടെ അതിൽ എതിരിൽ ബഹുമാനപ്പെട്ട അഹ്ലു ബൈത്ത് മുന്നോട്ട് പാട്ട് വർ ഞങ്ങളെല്ലാം ദ്വാരപ്പാട്ട് വർ ഞങ്ങളെല്ലാം മുഷാവറ വർ അതുക്കായിട്ട് ഇതുപോലത്തെ വാർഷികത്തേക്ക് ഒരു അഹ്ലു ബൈത്ത് ഒരു തങ്ങളെ ഞങ്ങൾ വിളിപ്പാട്ടത് ഞങ്ങളൊന്ന് ദുആത്തേക്ക് ഒന്ന് ആമീൻ ചൊല്ലുക ഞങ്ങൾ ഒരു ഹിതവചൻ നേരെ കേൾക്കുക വേണമായിട്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പാട്ടിയതുമായിട്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട തങ്ങൾ വേണായ രൂപത്തിൽ നിങ്ങൾക്ക് ദുആരക്കും അതിന്റെ ഇടല് ഞങ്ങളുടെ സമാജത്തിനും സമുദായത്തിനും ശൈക്ഷണികമായിട്ടും രാജകീയമായിട്ടും ധാർമ്മികമായിട്ടും എല്ലാ വിഷയത്തിലും അഭിവൃദ്ധി ആക്കുകന്നെ ഞങ്ങൾ റായത്തെ ഹിന്ദു മുസ്ലിം ജൈന ക്രൈസ്ത പാറസി എല്ലാ ധർമ്മത്തങ്ങളൊട്ടിಗೆ പരസ്പര സാഹോദര്യത്തിലും വിരുസപ്പാടലും മാനവീയത ഇന്നമായിട്ട് എങ്ങനെ ജീവൻ നടത്തുന്ന ചെണ്ട പോലത്തെ നല്ല നല്ല ഹിതവചന തറുകയാനായിട്ടുള്ള ബഹുമാനപ്പെട്ട ആലിമ്യങ്ങളുടെ സദസ്സിലുള്ളത് ഉമറാക്കന്മാർ സദസ്സിലുള്ളത് സാമാജിക രാജകീയ ശൈക്ഷണിക സാമുദായിക നേതാക്കന്മാർ വേദിക്കലുള്ളത്